കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാ നിൻ മൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാ നിൻ മൊഴികൾ. ആഴിയതിൻ ഓളങ്ങളാ വലഞ്ഞിടുമ്പോൾ എൻ പടകിൽ എൻ്റെ പ്രിയൻ യേശുവുണ്ടേ ചേർന്നിടുമേ ഭവനമതിൽ. എൻ്റെ പ്രിയൻ യേശുവുണ്ടേ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികള കാണുന്നു ഞാൻ സ്വർഗഗന ദേശമതേ. ദൃഷ്ടികളാ കാണുന്നു ഞാൻ സ്വർഗഗന ദേശമതേ. വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ. ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ. നാവില തൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ. തൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു. താഴ്ചയിലെനിക്കവൻ തണലേകി.
താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി തുടച്ചെൻ്റെ കണ്ണുനീർ പൊൻകരത്താ തുടച്ചെൻ്റെ കണ്ണുനീർ പൊൻകരത്താ തുടിക്കും നിൻ മനം സർഗസന്തോഷത്താ ജീവൻ്റെ ഉറവിടം അവനത്രേ എൻ പാപഹരൻ കരകടതാഴിയിൽ വലയുവോരേ കരുണയെ കാംക്ഷിക്കും മൃതപ്രായരേ വരികവൻ ചാരത്തുബിംബിതരേ തരുമവൻ കൃപമനശാന്തിയതും വരികവൻ ചാരത്തുബിംബിതരേ തരുമവൻ ജീവൻ്റെ ഉറവിടം ക്രിസ്തുവത്രേ നാവിലവനെ നാം ഘോഷിക്ക അവനത്രേ എൻ പാപഹരൻ തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു അവനത്രേ എൻ പാപഹരൻ നമുക്കു മുൻചം വിശുദ്ധന്മാരാ അലങ്കൃതമായ തിരുവചനം അനുദിനം തരുമവൻ പുതുശക്തിയാ അനുഭവിക്കും അതിസന്തോഷത്താ അനുദിനം തരുമവൻ പുതുശക്തിയാ അനുഭവിക്കും അതിസന്തോഷത്താ ജീവൻ്റെ ഉറവിടം ക്രിസ്തുവത്രേ അവനത്രേ എൻ പാപഹരൻ തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു പഴയ നിയമത്തിൽ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഇപ്പോൾ വായിക്കും. വാക്യം മുതൽ 17 വാക്യം വരെ. ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കലേക്ക് തിരുവീനെന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരുവീൻ.
അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും അനുതപിച്ച് തനിക്ക് ഭോജനയാകവും പാനീയയാകവുമായുള്ള ഒരു അനുഗ്രഹം വെച്ചേക്കയില്ലയോ? ആർക്കറിയാം? സിയോനിൽ കാഹളം ഊതുവീൻ, ഒരു ഉപവാസം നിയമിപ്പീൻ, സഭായോഗം വിളിപ്പീൻ, ജനത്തെ കൂട്ടിവരുത്തുവീൻ, സഭയെ വിശുദ്ധീകരിപ്പീൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവീൻ, പൈതങ്ങളെയും മുല കുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവീൻ. മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ. യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ പൂമുഖത്തിൻ്റെയും യാഗപീഠത്തിൻ്റെയും മധ്യയെ കരഞ്ഞും കൊണ്ട്, യഹോവേ, നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ. ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിന്നെ കേൾപ്പിക്കരുത്. അവരുടെ ദൈവം എവിടെയെന്ന് ജാതികളുടെ ഇടയിൽ പറയുന്നത് എന്തിന് എന്നിങ്ങനെ പറയട്ടെ. ബാറക്മോർ. പുതിയ നിയമത്തിൽ നിന്നും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഒരു പട്ടണത്തിലിരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവിണ്ണു വീണു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അവനോട് അപേക്ഷിച്ചു. യേശു കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി. അവൻ അവനോട്, ഇത് ആരോടും പറയരുത്, എന്നാൽ പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് അവർക്ക് സാക്ഷ്യത്തിനായി മോശയെ കൽപ്പിച്ചതുപോലെ നിന്റെ ശുദ്ധീകരണത്തിനുള്ള വഴിപാട് അർപ്പിക്കുക എന്ന് അവനോട് കൽപ്പിച്ചു. എന്നാൽ അവനെക്കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു. വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു. അവനോ നിർജ്ജനദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പാറയ്ക്കുമോ. സങ്കീർത്തനം. ചൊല്ലിത്തരുന്ന നിങ്ങളേറ്റിയോലാണ്. 54 സങ്കീർത്തനം. ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ. വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ. അന്യജാതിക്കാർ എന്നോട് എതിർത്തിരിക്കുന്നു. അന്യജാതിക്കാർ എന്നോട് എതിർത്തിരിക്കുന്നു. ഘോരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. ഘോരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ദൈവത്തെ തങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുമില്ല. അവർ ദൈവത്തെ തങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുമില്ല. ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു. ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു. കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട്. താൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട്. അവൻ എൻ്റെ ശത്രുക്കൾക്ക് മീതെ എൻ്റെ ശത്രുക്കൾക്ക് തിന്മ പകരം ചെയ്യും. ശത്രുക്കൾക്ക് പകരം ചെയ്യും. നിന്റെ വിശ്വസ്തതയാൽ അവരെ സംഹരിച്ചു കളയണമേ. നിന്റെ വിശ്വസ്തതയാൽ സ്വമേധദാനത്തോട് ഞാൻ നിനക്ക് ഹനനയാഗം കഴിക്കും. സമേതദാനത്തോടെ ഞാൻ നിനക്ക് ഹനനയാഗം കഴിക്കും. യഹോവേ, നിന്റെ നാമം നല്ലത് എന്ന് യഹോവേ, നിന്റെ നാമം നല്ലതെന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും. ഞാനതിനെ സ്തോത്രം ചെയ്യും. അവൻ എന്നെ സകല കഷ്ടതയിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. അവനെ സകല കഷ്ടതകളിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. ഒരു പാട്ടൂടെ പാടും. ഹാ മനോഹരം യാഹേ നിന്റെ ആലയം എന്നോട്. ഹാ മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രകാരങ്ങളിൽ. ദൈവമേ, എന്നുള്ളം നിറയും
പാടും ഞാൻ. ദൈവമേ എന്നുള്ളം നിറയുന്നു ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലഭൻ തന്മക്കൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലഭൻ തന്മക്കൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ മീവൽ പക്ഷിക്കും ചെറുകുരുകിലിനും. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ മീവൽ പക്ഷിക്കും ചെറുകുരുകിലിനും. രാവിലെ നിൻ നന്മകളെയോർത്ത് പാടി സ്തുതിച്ചിടും ഞാൻ. രാവിലെ നിൻ നന്മകളെയോർത്ത് പാടി സ്തുതിച്ചിടും ഞാൻ. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലഭൻ തന്മക്കൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലഭൻ തന്മക്കൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ. ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാ. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ. ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ. കണ്ണുനീരും ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലഭൻ തന്മക്കൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലഭൻ തന്മക്കൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനാൽ ഏറ്റവും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഗീവർഗീസ് മിഥുനച്ചൻ, കർത്താവിനാൽ ഏറ്റവും ആദരിക്കുന്ന സെൻറ് തോമസ് പ്രാർത്ഥനയോഗത്തിൻ്റെ അതിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട PV അപ്പാപ്പു അവറുകൾ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഈ പരിശുദ്ധമായ നോമ്പിൻ്റെ ഒരാഴ്ച പിന്നിടുമ്പോൾ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ തരുണത്തിൽ ഒന്നിച്ചു കൂടുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് ഇടയാക്കിയതിനെ ദൈവത്തെ മഹത്വപ്പെടുത്തും. നോമ്പ്
അതിൻ്റെ ആഴം, അർത്ഥതലങ്ങളെപ്പറ്റിയൊക്കെ കൂടുതൽ കേൾക്കുകയും നിങ്ങൾ ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പ്രത്യേകാൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മുടെ ഭദ്രാസന കൺവെൻഷനിലും അത്തരം ചിന്തകൾ പങ്കുവയ്ക്കപ്പെടുകയുണ്ടായി. എനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഭദ്രാസന കൺവെൻഷനുകളിൽ അഭിമന്യ സെറാഫീൻ തിരുമേനി പറഞ്ഞ ഒരു വാചകം നോമ്പിനെപ്പറ്റി, അത് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് പ്രവേശിക്കും. നോമ്പ് എന്ന് പറയുന്നത് പാപം ചെയ്യുന്നതിന് മുമ്പുള്ള മനുഷ്യൻ്റെ അവസ്ഥയിലേക്കുള്ള കടന്നുപോക്കാണ് എന്ന് ഓർമ്മിപ്പിക്കുകയുണ്ടായി. കുറെ കൂടി വിശാലമായി പറഞ്ഞാൽ, ആദിമപിതാക്കന്മാർ ഏദൻ തോട്ടത്തിൻ്റെ അവസ്ഥയിൽ ജീവിച്ചിരുന്ന ആ അനുഭവത്തിൻ്റെ മുന്നാസ്വാദനമാണ് നോമ്പ്. എന്തായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത? പാപം ചെയ്യുന്നതിന് മുമ്പ് ആദമിൻ്റെയും ഹവ്വയുടെയും അവസ്ഥ, ദൈവത്തെ മുഖാമുഖം കാണാമായിരുന്നു, ദൈവത്തോട് സംസാരിക്കാമായിരുന്നു, ദൈവത്തിൻ്റെ കാലൊച്ച ശബ്ദം അവർക്ക് കേൾക്കാമായിരുന്നു. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. ഏദൻ തോട്ടത്തിൽ സൃഷ്ടിയെപ്പറ്റി നാം വായിക്കുമ്പോഴും ഈ പ്രപഞ്ചം മുഴുവൻ ദൈവം അനുഗ്രഹമായി സൃഷ്ടിക്കപ്പെടാൻ കാരണം ആദമും ഹവ്വയും. ആ അനുഗ്രഹപ്രദമായ ജീവിതത്തിൻ്റെ തിരുമേനി പറഞ്ഞ ഒരു വാചകം കൂടി കൂട്ടിച്ചേർത്ത് പറയാം. അന്ന് കൊല്ലുകയും തിന്നുകയും ചെയ്തിരുന്നില്ല എന്നതാണ് ജീവിതത്തിൻ്റെ വലിയ പ്രത്യേകത. അന്ന് കൊല്ലുകയും ചെയ്തില്ല, ആ കൊന്നതിനെ തിന്നുകയും ചെയ്തില്ല. ഈ നോമ്പിൻ്റെ അർത്ഥതലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉപവാസം എന്ന വാക്കിനർത്ഥം എന്താ? കൂടെ വസിക്കുക. ആരുടെ കൂടെ? ദൈവത്തോട് കൂടെ. പ്രാർത്ഥന എന്നത് എന്താ? ദൈവത്തോട് നമ്മുടെ സംസർഗമാണ്, അല്ലേ? ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം പറയുന്നത് കേൾക്കാനുള്ള അനുഭവമാണ്. മെഡിറ്റേഷൻ, ധ്യാനം എന്ന് പറയുന്നത്. ദൈവം ആരെയൊക്കെ സ്നേഹിച്ചോ, ദൈവത്തിൻ്റെ പക്കൽ നന്മയുടെ അനുഭവങ്ങൾ കൂട്ടിവെക്കാനുള്ള വലിയ അനുഭവം കൂടിയാണ് മറ്റുള്ളവരെ കരുതുക എന്നുള്ള ദാനധർമ്മത്തിൻ്റെ അവസ്ഥ. ഈ നോമ്പിൽ പ്രാർത്ഥനയുണ്ട്, ഈ നോമ്പിൽ കുമ്പിടിയിലുണ്ട്, ഈ നോമ്പിൽ അനുതാപമുണ്ടാവണം, ഈ നോമ്പിൽ കണ്ണുനീരുണ്ടാകണം, ഈ നോമ്പിൽ ദൈവത്തിൻ്റെ മുഖം കാണണം, മോശയെ പോലെ സൂര്യനെ പോലെ ശോഭിക്കണം. ആ ഒക്കെ അനുഭവം എന്ന് പറയുന്നത് ആദിമപിതാക്കന്മാർ ഏദൻ തോട്ടത്തിൽ പാപം ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന അനുഭവം. ആ അവസ്ഥയിൽ ജീവിക്കുവാൻ, നോമ്പ് നോക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വളരെ ചുരുങ്ങിയ സമയത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ തിരക്കുകൾക്കിടയിലും ഇന്ന് ഇവിടെ കടന്നു വന്ന് നമുക്ക് ദൈവവചനം അറിയിക്കുന്നത് നിങ്ങൾക്കൊക്കെയും സുപരിചിതനായ വ്യക്തിത്വം കൂടിയാണ് ബഹുമാനപ്പെട്ട ഗീവർഗീസ് മിഥുൻ അച്ഛൻ. അച്ഛൻ പേരിശ്ശേരി സെൻറ്റ് മേരീസ് ഓക്ട്രോസ് വലിയ പള്ളിയുടെ അംഗമാണ്. ഇപ്പോൾ നൂറനാട് സെൻറ്റ് തോമസ് പടനിലം ഇടവകയുടെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. നമ്മുടെ ബദേൽ അരമനയുടെ മാനേജർ കൂടിയാണ് അച്ഛൻ. പ്രത്യേകാൽ ആ തരുണത്തിൽ വളരെ സന്തോഷത്തോടുകൂടി, വളരെ ആത്മാർത്ഥതയോടെ, ഏറ്റവും ബഹുമാനത്തോടുകൂടി ബഹുമാനപ്പെട്ട അച്ഛനെ ഈ പകൽക്കാലം നമ്മുടെ ഇടവകയിലേക്ക് സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യും. ഇന്നത്തെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ, അതിനു വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നത് സെൻറ്റ് തോമസ് പ്രാർത്ഥനയോ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ സെൻറ്റ് തോമസ് പ്രാർത്ഥനയോ ഒന്ന് കൂടി ശക്തമായി വരികയായിരുന്നു.
അതിൽ പങ്കെടുത്തവരൊക്കെ അത് മുടങ്ങാതെ ഇനിയും വരുന്ന നാളുകളിൽ നടത്തണം എന്നുള്ള ആഗ്രഹം ഒക്കെയും പ്രകടിപ്പിക്കുകയും ചെയ്തു. വളരെ സന്തോഷമുണ്ട്. അപ്രകാരം ആ സെൻറ് തോമസ് പ്രാർത്ഥനയോഗ അംഗങ്ങളാണ് ഇന്നത്തെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ആ സെൻറ് തോമസ് പ്രാർത്ഥനയോഗത്തിൻ്റെ സെക്രട്ടറി PV അപ്പാപ്പു അവറുകളെയും എല്ലാ പ്രാർത്ഥനയോഗങ്ങളെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ഈ 2.25 വർഷവും കഴിഞ്ഞ് എൻ്റെ ഈ ടേണ് പൂർത്തിയാകുമ്പം ഇവിടെ ഒന്ന് നോക്കുമ്പം നിങ്ങളെപ്പറ്റി ഒരു സന്തോഷമുണ്ട്. കാരണം എന്താ, ഇവിടെ ഏത് പരിപാടി വെച്ചാലും, ഏത് പെരുന്നാളിൻ്റെ കൺവെൻഷൻ വെച്ചാലും, ഏത് കോർണർ മീറ്റിംഗ് വെച്ചാലും ഈ ഇരിക്കുന്ന മുഖങ്ങൾ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, എന്നും ഉണ്ടാകട്ടെ. പുതുതായിട്ട് ആരെയും ഞാൻ കാണുന്നില്ല. ഇല്ല, ഈ മുഖങ്ങളൊക്കെ എന്നും ഉള്ളതാണ്. അതുകൊണ്ട് ദേവാലയത്തിൽ നിന്ന് എല്ലാവരും വരണമെന്നല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റൂ. അത് സ്വീകരിച്ച് കടന്നു വന്നതിൽ പ്രത്യേകമായി നന്ദി. ഇത്രയും പേര് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പൊന്നച്ചാൻ ഇട്ട ഒരു റൗണ്ട് കസേര ഞാൻ മടക്കി, എന്നുവെച്ചാൽ കസേര കിടക്കണ്ടായല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെങ്കിൽ സന്തോഷമുണ്ട് ഇത്രയും പേര് കടന്നു വന്നതിൽ. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ദൈവത്തെ ഓർക്കുവാൻ, ദൈവവചനം കേൾക്കാൻ മാറ്റിവെക്കുന്ന സമയം ഒരു നഷ്ടമല്ല. ചൂടാണ്, വീട്ടിൽ കിടന്നുറങ്ങാം, ഒരു ദിവസത്തെ അവധി കിട്ടിയതേ ഉള്ളൂ, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ ചിന്തിച്ചാൽ അതിനേ ഉള്ളൂ സമയം. പക്ഷേ അതൊക്കെ മാറ്റിവെച്ച് കടന്നു വന്ന നിങ്ങളെല്ലാവരെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രതിഫലത്തിന്, നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ദൈവം പ്രതിഫലം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുകയും ചെയ്യും. കർത്താവേ, തിരുവേദത്തിൽ രാപകൽ ധ്യാനത്തോടും നിൻ സ്തുതിയാൽ തെളിവോടുമിരിക്കും നിർമ്മല ചിത്തം നൽകണമേ. കർത്താവേ, തിരുവേദത്തിൽ രാപകൽ ധ്യാനത്തോടും നിൻ സ്തുതിയാൽ തെളിവോടുമിരിക്കും നിർമ്മല ചിത്തം നൽകണമേ. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ ദിനം പ്രതി വാഴ്ത്തി അനുഗ്രഹിക്കുന്ന സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഇന്നത്തെ ഈ പകൽക്കാലത്ത്, ഈ മധ്യാഹ്നത്തിൻ്റെ ഈ സമയത്ത് നീ ഞങ്ങളെ ഒരുമിച്ച് ചേർത്തിരിക്കുന്ന വലിയ കരുണയ്ക്കായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നിൻ്റെ ഉയർപ്പിലേക്ക് നോമ്പുകൾ കൂടി ഞങ്ങൾ കടന്നു വരുന്നുവല്ലോ. ക്രൂശിക്കപ്പെട്ട നിൻ്റെ രൂപം ദർശിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും കാലഘട്ടം മാറി സന്തോഷത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഈ നോമ്പിൻ്റെ കാലഘട്ടം ഞങ്ങളെ മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇടവകയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടവകയുടെ ശ്രേഷ്ഠ പുരോഹിതനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഏവരെയും നിൻ്റെ തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെയൊക്കെ നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന സകല പരേതാത്മാക്കളെയും ഇമ്പങ്ങൾ പറുദീസയിലാക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനായിരിക്കുന്ന ഒന്നിനായ ഇടവകയുടെ വികാരി കൂടിയായിരിക്കുന്ന പ്രിൻസ് അച്ഛൻ, അതുപോലെ തന്നെ ഈ പ്രാർത്ഥനാ യോഗത്തിൻ്റെ ചുമതലയൊക്കെ വഹിക്കുന്ന ഫബി സാറ്, കടന്നു വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, ആദ്യമേ തന്നെ പ്രിൻസ് അച്ഛൻ ആമുഖ വാക്കുകളിൽ ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്. എന്നും കടന്നു വരുന്ന മുഖങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഇവിടെ കാണുന്നത് എന്ന്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, ഒരിക്കൽ പ്രാർത്ഥനാ യോഗത്തിൻ്റെ ഒരു സമ്മേളനത്തിൽ നമ്മുടെ ബ്രഹ്മവാർ ഭദ്രാസനത്തിലെ യാക്കോബ് മാർ ഏലിയാസ് തിരുമേനി വചന സന്ദേശം അറിയിക്കുവാനായി പരുമല പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ അന്ന് വലിയ മഴയുടെ കാലഘട്ടമായിരുന്നു. എനിക്ക് തോന്നുന്നു 2018 വെള്ളപ്പൊക്കമൊക്കെ നടന്ന സമയം. ആ സമയത്ത് തിരുമേനി അവിടെ ധ്യാനമെടുക്കുവാനായിട്ട് കടന്നു വന്നപ്പോൾ അവിടുത്തെ അച്ഛൻ, പരുമല സെമിനാരി മാനേജർ അച്ഛൻ വന്ന് തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി, വളരെയധികം ആളുകൾ കടന്നു വന്നിട്ടില്ല, കുറച്ച് പേര് മാത്രമേ കടന്നു വന്നിട്ടുള്ളൂ എന്ന്. തിരുമേനി അന്നേരം രസകരമായൊരു മറുപടിയാണ് തൻ്റെ പ്രസംഗത്തിൽ കൂടി പറഞ്ഞത്. തിരുമേനി പറഞ്ഞത് ഇത്രമേ കാര്യം പറഞ്ഞുള്ളൂ: മനസ്സിന് ശുദ്ധി വരുത്തുവാൻ ഇത്രയും പേർ മതി. ഒരുപാട് ജനങ്ങൾ കൂടി വരുന്നതല്ല, നേരെ മറിച്ച് മനസ്സോടുകൂടി ദേവാലയത്തിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നതാണ് ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യം എന്ന് തിരുമേനി അവിടെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. നമുക്കൊക്കെ അറിയാം, വിശുദ്ധമായിരിക്കുന്ന 3 നോമ്പിൻ്റെ കാലഘട്ടം, അതിനുശേഷമാണ് നമ്മൾ ഈ വലിയ നോമ്പിൻ്റെ കാലഘട്ടത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നത്. നമ്മളൊക്കെ 3 നോമ്പ് വളരെ ഭക്തിയോടും ആദരവോടും കൂടി അതിൻ്റെ ക്രമമനുസരിച്ച് ആചരിച്ചതിന് ശേഷമാണല്ലോ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്, അല്ലേ? എല്ലാവരും മസിൽ പിടിച്ചിരിക്കേണ്ട. നമ്മൾ 3 നോമ്പിൻ്റെ എല്ലാ ആചാരങ്ങളും ഒക്കെ സ്വീകരിച്ചതിന് ശേഷമല്ലേ വലിയ നോമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എവിടെ ചെന്നാലും കാണാം, 3 നോമ്പ് എന്ന് പറയുമ്പോൾ വളരെ ശക്തിയോടെ, വളരെ തീഷ്ണതയോടെ നമ്മളൊക്കെ ആ നോമ്പ് നോക്കും. എന്താണ് അതിൻ്റെ കാരണം? എന്തുകൊണ്ടാണ് 3 നോമ്പ് വളരെ ശക്തിയോടുകൂടി നമ്മൾ നോക്കുന്നത്? എന്താണ് 3 നോമ്പ് ശക്തിയോട് നോക്കുന്നത്? മറ്റൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല. എന്താണ്? 3 ദിവസം കൊണ്ട് കാര്യം കഴിയും. തിങ്കളാഴ്ച തുടങ്ങിയാൽ വ്യാഴാഴ്ചത്തെ കുർബാനയോടുകൂടി അത് കഴിയും. അപ്പോൾ 3 ദിവസം ദൈവസന്നിധിയിലായിരുന്നാൽ മതിയല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകും. ഞാൻ 3 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി നൽകാം, അല്ലെങ്കിൽ അതിൻ്റെ മറുപടി ഞാൻ തന്നെ പറയേണ്ടി വരും. ഒന്നാമത്തെ ചോദ്യം, വിശുദ്ധമായിരിക്കുന്ന 3 നോമ്പിൻ്റെ കാലഘട്ടത്തിൽ യോനാ പ്രവാചകൻ്റെ പുസ്തകം മുഴുവനും ഒരു പ്രാവശ്യം വായിച്ച് തീർത്ത എത്ര പേരുണ്ട്? പള്ളിയിൽ ഇരുന്നുകൊണ്ട് കള്ളം പറയരുത്. എത്ര പേരുണ്ട്? ഓക്കെ. ഈ വലിയ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഇന്ന് വരെ കുറച്ച് സമയമെങ്കിലും ധ്യാനത്തിനായിട്ട് മാറ്റിവെച്ചവർ എത്ര പേരുണ്ട്? കൈ പൊക്കിക്കൂ. ഒരാളുണ്ട്. വലിയ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെച്ച എത്ര പേരുണ്ട്? അതൊരുപാട് പേരുണ്ട്. സന്തോഷം. ദൈവസന്നിധിയിൽ വിശുദ്ധ ഗ്രന്ഥം വായിച്ചും ധ്യാനിച്ചും അതുപോലെ തന്നെ അതിനൊക്കെ ഉപരിയായി പ്രാർത്ഥിച്ചും ഇരിക്കുമ്പോഴാണ് ദൈവസന്നിധിയിൽ വിശുദ്ധമായിരിക്കുന്ന നോമ്പിൻ്റെ ക്രമീകരണങ്ങൾ പൂർത്തീകരിക്കുന്നത് എന്ന് നാം ചിന്തിക്കണം. നമുക്കൊക്കെ അറിയാം, ഒരുപാട് നന്മകൾ ദൈവം നമുക്ക് നൽകുന്നുണ്ട്, ഇല്ലേ? ആർക്കെങ്കിലും ദൈവം നന്മകൾ നൽകാതെ ഇരുന്നിട്ടുണ്ടോ? ഇല്ല. ഒരു ചെറിയ ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഒരിക്കൽ ഒരു മുക്കുവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മീൻ പിടിക്കാൻ പോകുന്ന ആൾ. അദ്ദേഹം എന്നും ഒരു സ്വഭാവമുണ്ട്. എല്ലാവരും കടലിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം കടലിലേക്ക് ഇറങ്ങി
എത്രയും അധികം മത്സ്യങ്ങൾ അവിടുന്ന് പിടിച്ചെടുക്കാമോ അത്രയും കൂടുതൽ മത്സ്യങ്ങൾ അവിടുന്ന് പിടിച്ചെടുക്കും. എന്നും അതിരാവിലെയാണ് അദ്ദേഹം ഇറങ്ങുന്നത്. അന്നത്തെ ദിവസം വളരെ രാവിലെ തന്നെ അവിടെ കടന്നു വന്നു. അപ്പോഴാണ് മനസ്സിലായത് സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. സൂര്യൻ ഉദിക്കാതെ കടലിലേക്ക് ഇറങ്ങിയാൽ ബുദ്ധിമുട്ടാണ്. അപ്പം അദ്ദേഹം തീരുമാനിച്ചു സൂര്യൻ ഉദിച്ചു വരുന്നത് വരെ എവിടെയെങ്കിലും കുറച്ചു നേരം ഇരുന്ന് ക്ഷീണമൊക്കെ മാറ്റി കടലിലേക്ക് ഇറങ്ങിപ്പോകാമെന്ന് കരുതി ഇരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു പാറയുടെ കടൽ തീരത്തുള്ള ചെറിയൊരു പാറക്കെട്ടിൻ്റെ പിൻഭാഗത്തായിട്ട് ഇരുന്ന് അവിടെ നിന്ന് ഉറങ്ങി. അങ്ങനെ ഉറങ്ങി വന്നപ്പോൾ തിര വന്ന് അദ്ദേഹത്തിൻ്റെ കാലിലേക്ക് ഇങ്ങനെ അടിക്കുവാൻ തുടങ്ങി. അങ്ങനെ നോക്കിയപ്പോൾ ചെറിയ കല്ലുകൾ പോലെ എന്തോ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ കാലിലേക്ക് വന്ന് അടിക്കുന്നു. ഇരുട്ടായതുകൊണ്ട് അതെന്താണെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു സമയം അദ്ദേഹത്തിന് ലഭിക്കാതെ വന്നു. അദ്ദേഹം ഒന്നും ചെയ്തില്ല. നമ്മൾ ചെയ്യുന്നത് പോലെ ആ കല്ലെടുത്ത് എന്ത് ചെയ്തു? കടലിലേക്ക് തന്നെ തിരിച്ച് എറിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് സൂര്യൻ ഉദിച്ചു വന്നു. അദ്ദേഹം അവസാനത്തെ ആ കല്ലും എടുത്ത് എറിയാൻ തുടങ്ങിയപ്പോഴാണ് കാണുന്നത് ആ കല്ലിന് ഒരു ചെറിയ പ്രകാശം ഉണ്ടായിരുന്നു. അന്നേരം അദ്ദേഹം തിരിച്ചറിഞ്ഞു കടലിൽ നിന്ന് ലഭിക്കുന്ന പവിഴമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലയിൽ വന്ന് തട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത്രയും നേരം എൻ്റെ കാൽ കീഴിൽ കിടന്ന പവിഴത്തെയാണ് ഞാൻ കടലിലേക്ക് എടുത്ത് എറിഞ്ഞുകൊണ്ട് ഇരുന്നത് എന്ന്. അപ്രകാരം തന്നെയാണ് നമ്മുടെ ജീവിതവും. ദൈവം നമുക്ക് ധാരാളം സുഖങ്ങളും സന്തോഷങ്ങളും അവൻ്റെ കൃപകളും വാരിക്കോരി നമുക്ക് നൽകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? തിരിച്ച് ഒരു സ്തുതിയും സ്തോത്രവും അങ്ങോട്ട് കൊടുക്കുന്നതിന് പകരം എന്താണ് നമ്മൾ ചെയ്യുന്നത്? എങ്കിലും എനിക്ക് ഇത്രയും കഷ്ടപ്പാടുകളാണല്ലോ തരുന്നേ ദൈവമേ എന്നല്ലേ നമ്മൾ പറയാറുള്ളൂ. എത്ര നമുക്ക് സ്നേഹവും സന്തോഷവും ദൈവം തമ്പുരാൻ നൽകിയാലും ആ സമയത്തൊക്കെ നാം പറയുന്ന ഒരു കാര്യമാണ് ഇത്രയുമേ ഉള്ളോ എന്ന്. നമുക്കറിയാം നോമ്പിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഒക്കെ കാലഘട്ടമാണ്. വിശുദ്ധമായിരിക്കുന്ന പരിശുദ്ധ സഭ നോമ്പിനെ കാണുന്നതും അപ്രകാരം തന്നെയാണ്. ദൈവസന്നിധിയിൽ പശ്ചാത്താപത്തോടെ പ്രായശ്ചിത്തത്തോടെ വിശുദ്ധമായിരിക്കുന്ന നോമ്പിനെ ഏറ്റുവാങ്ങുമ്പോഴാണ് നമ്മുടെ പാപങ്ങൾ ഒക്കെ മാഞ്ഞ് ദൈവസന്നിധിയിലേക്ക് നാം നോക്കുന്നത്. പരിശുദ്ധമായിരിക്കുന്ന നോമ്പ് അനുതാപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഒക്കെ കാലഘട്ടമാണ്. നമുക്കൊക്കെ അറിയാം, ഈ പ്രകൃതിയിലേക്ക് നാം നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് കാണുവാൻ കഴിയുന്നത്? ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് വളരെയധികം ഉഷ്ണമുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഞാൻ പ്രകൃതിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വൃക്ഷങ്ങളൊക്കെ അതിൽ ഇലകളൊക്കെ പൊഴിച്ച് ഉണങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല എന്ത് വരും? മഴ ലഭിക്കും. മഴ ലഭിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ചെറിയ ചെറിയ ഇലകൾ, പുഷ്പങ്ങൾ, കായ്കൾ അതിലുണ്ടാകും. അങ്ങനെ നല്ല ഒരു ഫലം നമുക്ക് നൽകുന്ന രീതിയിൽ വൃക്ഷങ്ങൾ അതിൻ്റെ ജീവിതം മാറ്റിവെക്കും. നമ്മുടെ ജീവിതവും നോമ്പിൻ്റെ കാലഘട്ടത്തിൽ അപ്രകാരം തന്നെ ആയിത്തീരണമെന്നാണ് പിതാക്കന്മാർ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. 3 നോമ്പിൽ കൂടി നമ്മൾ യാത്ര ചെയ്ത് പരിശുദ്ധമായിരിക്കുന്ന വലിയ നോമ്പിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഒരു മെയിൻ്റനൻസ് നടത്തേണ്ട കാലഘട്ടമാണ് പരിശുദ്ധമായിരിക്കുന്ന നോമ്പിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയാം, ക്രിസ്തുവിൻ്റെ കഷ്ടതകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു സമയം കൂടിയാണ് നോമ്പിൻ്റെ കാലഘട്ടം. ക്രൂശിതനായിരിക്കുന്ന ക്രിസ്തുവിനെ നോക്കിക്കൊണ്ടാണ് നാം ഈ നോമ്പിൽ യാത്ര ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ കഷ്ടതകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നാം എത്ര പേർ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ തയ്യാറെടുക്കുന്നുണ്ട് എന്ന് നാം ചിന്തിക്കണം. ക്രിസ്തുവിൻ്റെ കഷ്ടതയിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് ദൈവീക അനുഗ്രഹങ്ങൾ നമുക്ക് ധാരാളമായിട്ട് ലഭിക്കുന്നത്. ക്രിസ്തുവിനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഈ നോമ്പിൻ്റെ പൂർത്തീകരണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.
നാം നമ്മോട് തന്നെ ചോദിക്കുക, സ്വന്തം മക്കൾക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത എത്ര മാതാപിതാക്കൾ ഇന്ന് എൻ്റെ മുൻപിൽ ഇരിപ്പുണ്ട് എന്ന്. ഇന്നത്തെ കാലഘട്ടം നമ്മൾ പരിശോധിക്കുമ്പോൾ അറിയാം, ഒരു കുഞ്ഞ് വളർന്നു വരുന്നത് എപ്രകാരമാണ്, ആ തലമുറ എപ്രകാരമാണ് മുൻപോട്ട് കടന്നു പോകുന്നത് എന്ന് പത്രമാധ്യമങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ ദിവസവും കാണുന്നതാണ്. ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങൾ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ. വിശുദ്ധമായിരിക്കുന്ന നോമ്പിൽ കൂടി നാം കടന്നു പോകുമ്പോൾ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് എങ്ങനെ കാണിച്ചു കൊടുക്കാം എന്നതാണ് നമ്മുടെ ഹൃദയത്തിൽ ഉറവിടേണ്ട വലിയ ഒരു നീരുറവ എന്ന് പറയുന്നത്. എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു സത്യമായും ഉണ്ടോ എന്ന് നാം ചിന്തിക്കണം. പിതാക്കന്മാർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, മനുഷ്യനെ സ്നേഹിക്കുമ്പോഴാണ് അവിടെ ആര് ജനിക്കുന്നത്? ക്രിസ്തു ജനിക്കുന്നത്. നേരെ മറിച്ച് മനുഷ്യനെ വിദ്വേഷിക്കുമ്പോൾ അവിടെ ആരാണ് ജനിക്കുന്നത്? ക്രിസ്തു ജനിക്കുമോ? ഇല്ല. മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ അവിടെ ക്രിസ്തു ജനിക്കുന്നു. മനുഷ്യനെ വിദ്വേഷിക്കുമ്പോൾ അവിടെ പാപം ജനിക്കുന്നു. ആയതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ ഈ നോമ്പിൻ്റെ കാലഘട്ടം എപ്രകാരം കാണണം എന്ന് നാം ചിന്തിക്കണം. വിശുദ്ധനായ മത്തായി ശ്ലീഹാ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ നാം കാണുവാൻ കഴിയുന്നുണ്ട്, 2 കുരുടന്മാർ വഴിയരികിൽ ഇരുന്ന് യാചിക്കുന്നു. ക്രിസ്തു അതിലെ കടന്നു പോകുമ്പോൾ, കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് അവർ പറയുന്നു. ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം, ക്രിസ്തു അതിലെ കടന്നു പോകുന്നത് അവരെങ്ങനെയാണ് അറിഞ്ഞത്? അവർ കാണേണ്ടത് കണ്ടു എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിലും ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ട്. അവൻ നമ്മുടെ കൂടെ നടക്കുന്നു. അത് കാണേണ്ട സമയത്ത് നാം അത് തിരിച്ചറിയണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ ചെറിയ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 10-ാം സങ്കീർത്തനം 1-ാം വാക്യം. വേദപുസ്തകം ഉണ്ടോ? ആരെങ്കിലും കയ്യിലുണ്ടോ? 10-ാം സങ്കീർത്തനം 1-ാം വാക്യം. മതി. ആ ഭാഗത്ത് ഇങ്ങനെയാണ് ഓർമ്മിപ്പിക്കുന്നത്, യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്? കഷ്ടകാലത്ത് നീ മറഞ്ഞു കളഞ്ഞതും എന്ത്? ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ട ഒരു വേദഭാഗമാണിത്. നമുക്ക് സൗഭാഗ്യങ്ങൾ ദൈവം നൽകുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്? കഷ്ടകാലത്ത് നീ മറഞ്ഞു കളഞ്ഞതും എന്ത്? ഈ ഒരു പ്രാർത്ഥന തന്നെയായിരിക്കും 3 നോമ്പിൻ്റെ കാലഘട്ടത്തിൽ യോനാ പ്രവാചകനും മത്സ്യത്തിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചത്. ദൈവമേ, നീ ദൂരത്ത് നിന്നത് എന്താണ്? കഷ്ടകാലത്ത് നീ മറഞ്ഞു കളഞ്ഞതും എന്ത്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ കടന്നു വരുമ്പോഴാണ് നാം ദൈവത്തെ കൂടുതൽ മുറുകെ പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം എന്താണ്? എന്നാലും എനിക്ക് നീ ഇങ്ങനെ വരുത്തിയല്ലോ. നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ വളരെ ധനവും വളരെ സമ്പാദ്യങ്ങളും സന്തോഷങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് പറയുന്നത്? ഇതെല്ലാം ഞാൻ എൻ്റെ എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? കഠിന അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന്. അല്ലേ? ഞാൻ പറഞ്ഞത് തെറ്റുവല്ലോ ഉണ്ടോ? നമ്മളാണെങ്കിലും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും എല്ലാവരും പറയും, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയതാണ്? എൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറയും. പക്ഷേ നമുക്ക് കുറച്ച് കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ ഇത് നേരെ അങ്ങ് തിരിയും. നമ്മുടെ കഠിനാധ്വാനം കൊണ്ടുണ്ടായ കഷ്ടങ്ങളല്ല, നേരെ മറിച്ച് ദൈവം തന്ന കഷ്ടങ്ങളാണ്. എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്ന് വരും.
ഈ സങ്കീർത്തനത്തിൽ യഹോവേ നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്, കഷ്ടകാലത്ത് നീ മറഞ്ഞിരിക്കുന്നതും എന്ത്. നോമ്പിൻ്റെ കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഇതിന് ഒരു മറുപടി നമുക്ക് വേണമല്ലോ. അങ്ങനെയുള്ള മറുപടി തേടിപ്പോകുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ ഈ കഷ്ടവും ദൂരവും ഒക്കെ കുറഞ്ഞു വന്നുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും, ദൈവീകമായിരിക്കുന്ന കരുണ തേടി വരണം നമ്മുടെ ജീവിതത്തിൽ. നാം ദൂരത്തായിരിക്കുവാനും കഷ്ടകാലത്ത് നീ മറിഞ്ഞിരിക്കേണ്ടത് എന്ത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് ഉള്ളൊരു കാര്യമാണ് ദൈവീക കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് തേടി വരുമ്പോൾ ഇത് മാറിപ്പോകും എന്ന്. വിശുദ്ധനായ മർക്കോസ് ശ്ലീഹ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഒന്നാമതായിട്ട് നമ്മുടെ ദൈവം ദൂരത്താകാതിരിക്കാനും കഷ്ടകാലത്ത് നമ്മുടെ കൂടെ ഇരിക്കുവാനും നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? പ്രാർത്ഥനയോടുള്ള ജീവിതം നമുക്ക് ഉണ്ടാകണം. അതാണ് ഇവിടെ പറയുന്നത്, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നമുക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുക. ഒന്നാമതായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് നോമ്പിൻ്റെ കാലത്ത് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന മാറ്റിവെച്ചുകൊണ്ടുള്ള സമയം അതെന്തിനാണ് എന്ന് നാം ചിന്തിക്കണം. വലിയ ധനത്തോടുകൂടി ജീവിച്ചിട്ടൊന്നും കാര്യമില്ല. കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ അറിഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു പുതിയ തലമുറ നമുക്ക് കടന്നു വരികയുള്ളൂ. ഞാനതാണ് ആദ്യമേ ഓർമ്മിപ്പിച്ചത്, മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കണം, എങ്കിലേ അവിടെ ക്രിസ്തു ജനിക്കുകയുള്ളൂ. ഇന്നത്തെ കാലഘട്ടം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്ന്. പ്രാർത്ഥനയുടെ കുറവ് മൂലമാണ് ഓരോ ഭവനങ്ങളിലും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതെന്ന് നാം മനസ്സിലാക്കണം. ഞാൻ ഈ വൈദിക വൃത്തിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് പല സ്ഥലങ്ങളിൽ ജോലി ചെയ്ത ഒരാളാണ്. അങ്ങനെ ബാംഗ്ലൂർ ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ റൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പോകുമ്പോൾ, അങ്ങനെ ഒരിക്കൽ ICU ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടി കടന്നുപോയ സമയത്ത് ഒരു മാതാവും പിതാവും ICUവിൻ്റെ മുമ്പിൽ, അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ICUവിൽ കിടക്കുന്ന ആളുകളുടെ ബന്ധുക്കൾക്ക് കിടക്കുവാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണം ICUവിൻ്റെ ഫ്രണ്ടിൽ ഒരു ഹാളിൽ ചെയ്യും. കാരണം ഞാനും എൻ്റെ സുഹൃത്തും കൂടി റൗണ്ട്സിൽ ഇങ്ങനെ പോയ സമയത്ത് പല പ്രാവശ്യം കണ്ടു, 3, 4, 5, 6 ദിവസം കൊണ്ട് കാണുന്നുണ്ട് ഒരു മാതാവും പിതാവും അവിടെ കിടക്കുന്നത്. ഒരു 7 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സാർ എന്നോട് പറഞ്ഞു, നമുക്കൊന്ന് ചോദിക്കാം, ഇവരുടെ ആരാണ് ഇവിടെ കിടക്കുക? ഇത്രയും ദിവസമായിട്ട് ഈ മാതാവിനെയും പിതാവിനെയും ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ടല്ലോ. പക്ഷെ അത് കാണുന്നത് പകൽ സമയത്ത് അങ്ങനെ കാണുവാൻ കഴിയുന്നില്ല. വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞ സമയത്താണ് ഇവരെ അവിടെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നത്? ആരാണ്? നിങ്ങളുടെ മക്കളാണോ ഉള്ളിൽ കിടക്കുന്നത് എന്ന്. അപ്പോൾ ആ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ ആരും ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നില്ല, ഞങ്ങൾക്ക് തല ചായ്ക്കുവാൻ ഒരിടം വേണമായിരുന്നു, അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നത്. ഇവിടെ ഞങ്ങൾക്ക് തല ചായ്ക്കുവാൻ ഒരു സ്ഥലം, ഇവിടെ 2 ബെഡ് കിടക്കുന്ന കണ്ടു, അതിൽ ഞങ്ങൾ കിടക്കുന്നു. അപ്പോൾ ഞങ്ങൾ അവരുടെ കൂടുതൽ കാര്യങ്ങൾ തിരക്കി, എന്താണ് നിങ്ങളുടെ പ്രശ്നം, എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്? അപ്പോൾ അവർ പറഞ്ഞൊരു മറുപടിയുണ്ട്, 3 മക്കൾ ഞങ്ങൾക്കുണ്ടായിരുന്നു, 3 പെൺമക്കൾ. അവരൊക്കെ ഉയർന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് തിരക്കിലാണ്. ആ ജോലി എന്ന് പറയുന്നതൊക്കെ കേട്ടാൽ ഞങ്ങൾക്ക് അന്നേരം തന്നെ വളരെ വിസ്മയം തോന്നി. അതിലൊരു മോള് വർക്ക് ചെയ്യുന്നത് USA നാസായിലാണ്. ഒരു മോള് വർക്ക് ചെയ്യുന്നത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആണ്. ഒരു മോൾ വർക്ക് ചെയ്യുന്നത് കർണാടക ഹൈക്കോർട്ടിലെ ലീഡിംഗ് അഡ്വക്കേറ്റായിട്ടാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ പിന്നെ എന്തിനാണ് ഇവിടെ വന്ന് കിടക്കുന്നത്? അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞു, അവർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. ലാസ്റ്റിൽ അവർ ഞങ്ങളെ നോക്കും എന്ന് കരുതി
ഞങ്ങൾക്കുണ്ടായിരുന്ന സ്ഥലവും സ്വത്തുക്കളുമൊക്കെ അവർക്ക് എഴുതി കൊടുത്തു. അപ്പോൾ അവർ ഞങ്ങൾക്ക് 1 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചൊരു സാധനം തന്നു. ഗേറ്റ് പൂട്ടിയിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പൊക്കോളൂ, ഇത് മൊത്തം ഇനി ആരുടെയാണ്? ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ആ മാതാപിതാക്കളെ അവരവിടെ നിന്നും ഇറക്കി വിട്ടു. അങ്ങനെയാണ് അവരവിടെ തലചായ്ക്കുവാനായിട്ട് സ്ഥലമില്ലാതെ ബാംഗ്ലൂരിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചത്. അങ്ങനെ ഞങ്ങൾ അവരെ ഹോസ്പിറ്റലിൻ്റെ തന്നെ പാലിയേറ്റീവ് കെയർ ഉണ്ട്, അവിടെ ആക്കി. ഏകദേശം 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ പ്രിയപ്പെട്ട മാതാവ് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. അപ്പോൾ ആ പിതാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ പ്രിയതമയ്ക്ക് 2 ദിവസമെങ്കിലും മനസ്സമാധാനത്തോടെ കിടക്കുവാൻ ഇവിടെ ദൈവം ഒരു ഇടമൊരുക്കി എന്ന്. അങ്ങനെ ആ മാതാവ് യാത്രയായപ്പോൾ ഞങ്ങൾ മക്കളെ വിളിച്ചു, ഇനിയും എന്താണ് ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത്? അപ്പം അവർ പറഞ്ഞ മറുപടി, നിങ്ങൾ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തോളൂ, എത്ര രൂപയാകും എന്ന് പറഞ്ഞാൽ മതി, ഞങ്ങളത് അയച്ചു തരാമെന്ന്. ഒരു കൃപയുള്ളത്, അവർ ക്രിസ്ത്യാനികളല്ലായിരുന്നു, കർണാടക സ്വദേശികളാണ്. ഇപ്പം ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ നാം കുഞ്ഞുങ്ങളെ വളരെ സ്നേഹത്തോടെ വളർത്തുന്നുണ്ട്. പക്ഷെ നാം എന്താണോ അവരോട് ചെയ്യുന്നത്, നമ്മുടെ മാതാപിതാക്കളോട് ചെയ്യുന്നത്, അതാണ് നമുക്ക് തിരിച്ച് ലഭിക്കുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റം പറയുക, അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കൾക്ക് ഒരു നേരത്തെ ആഹാരം പോലും കൊടുക്കാതെ ഇടുക, ഇതൊക്കെ കണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. ഇവിടെയാണ് ദൈവസന്നിധിയിൽ കുടുംബമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിൻ്റെ വലിയ ഒരു ഔന്നത്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥനയുടെ ജീവിതത്തിൽ കൂടി നാം കടന്നു പോകുമ്പോൾ, യഹോവ നീ ദൂരത്ത് നിൽക്കുന്നതെന്ത്, കഷ്ടകാലത്ത് നീ മറഞ്ഞ് നിൽക്കുന്നതും എന്ത് എന്നുള്ള ചോദ്യത്തിനുള്ള ഒന്നാമത്തെ മറുപടിയാണ് നീ ദൈവിക കരുണ തേടി പ്രാർത്ഥനയിൽ ആയിരിക്കുക എന്നുള്ളത്. രണ്ടാമതായിട്ട് ആ ഭാഗം നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 36-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ പിതാവ് കരുണ ഉള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണ ഉള്ളവർ ആയിരിക്കുക എന്ന്. നിങ്ങളുടെ പിതാവ് കരുണ ഉള്ളവർ ആയിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവർ ആയിരിക്കുക എന്നാണ് ആ വേദഭാഗം നമ്മളോട് സംസാരിക്കുന്നത്. ദൂരത്ത് നിൽക്കാതിരിക്കാനും കഷ്ടകാലത്ത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുവാനും ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് പ്രാർത്ഥനയാണ്. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് ദൈവിക കരുണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളോ പ്രതിബദ്ധതകളോ കടന്ന് വരികയില്ല എന്ന് നമുക്കറിയാം. ഒരിക്കൽ ഞാൻ കേട്ട ഒരു കാര്യമാണ്, നമ്മുടെ ഒരു വൈദികൻ പ്രസംഗ സമയത്ത് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു മാതാവും പിതാവും അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഓണർ കടന്നു വന്നിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്ക് ഒരു വീട് വേണം, അവന് സ്ഥലമില്ല, അപ്പം അച്ഛൻ വീട് വെച്ചൊക്കെ കൊടുക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ക്രമീകരണത്തിൽ കൂടി ഒരു ഭവനം അവന് വെച്ച് കൊടുക്കണം എന്ന്. അച്ഛൻ കൂടുതലായിട്ട് ആ വന്നവരോട് തിരക്കിയപ്പോൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു, ഏകദേശം 17-18 വർഷമായിട്ട് അവർ അവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ്, ആ വീട്ടിൽ താമസിക്കുന്നു. ഏകദേശം 6-7 ഏക്കർ സ്ഥലമുള്ള ഒരു മനുഷ്യനും ഒരു സ്ത്രീയുമാണ് ഈ അച്ഛനോട് ഒന്ന് പറയുന്നത്, അച്ഛൻ എവിടെയെങ്കിലും അവന് കുറച്ച് സ്ഥലം കണ്ടുപിടിച്ച് നാട്ടുകാരെയൊക്കെ കണ്ട് അവനൊരു ഭവനം പണിയിച്ചു കൊടുക്കണമെന്ന്. 7 ഏക്കർ സ്ഥലമുള്ള ഒരു മനുഷ്യനൊരു 3 സെൻറ്റ് സ്ഥലം അവന് വിട്ടുകൊടുത്താൽ എന്താ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. ആ വൈദിക ശ്രേഷ്ഠൻ പറഞ്ഞു അവരോട്, നിങ്ങൾ സ്ഥലം തന്നാൽ ഞാൻ അവന് വീട് പണിത് കൊടുക്കാം,
ദൈവത്തിൻ്റെ കരുണയാൽ എൻ്റെ അറിവ് വെച്ച് ഇന്ന് വരെ അവന് ഒരു ഭവനം ലഭിച്ചിട്ടില്ല. എന്താണ് കാരണം? 7 ഏക്കർ 700 സെൻറ്റിൽ നിന്നും 3 സെൻറ്റ് നഷ്ടപ്പെട്ടാൽ എത്ര സെൻറ്റേ ഉള്ളൂ? 697 സെൻറ്റേ ബാക്കിയുള്ളൂ. അതാണ് ഇന്നത്തെ ക്രിസ്തീയതയുടെ മഹത്വം എന്ന് പറയുന്നത്. ദൈവസന്നിധിയിൽ നമുക്ക് ദൈവം വാരിക്കോരി നൽകുമ്പോൾ കുറച്ചെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഉള്ള ഒരനുഭവം നമുക്ക് ഇല്ല. ഇങ്ങനെയുള്ളിടത്ത് ദൈവിക കരുണ എങ്ങനെ ലഭിക്കും എന്ന് കൂടി നാം ചിന്തിക്കണം. മറ്റുള്ളവരെ അവരുടെ പ്രയാസഘട്ടങ്ങളിൽ അവരെ കണ്ട് അവരുടെ കൂടെയായിരിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ കൂടെ വരുന്നതും കഷ്ടകാലത്ത് ദൈവം നമ്മളെ സഹായിക്കുന്നതും എന്ന് നാം ചിന്തിക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകുവാനായിട്ടാണ് നാം ഈ നോമ്പിൻ്റെ കാലഘട്ടം ഒക്കെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. രണ്ടാമതായിട്ടുള്ള ചിന്ത ഞാൻ ഓർമ്മിപ്പിച്ചു. ദൈവീകമായിരിക്കുന്ന കരുണ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. എങ്കിലേ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ കഷ്ടകാലത്ത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുകയുള്ളൂ. അവൻ ദൂരത്ത് നിൽക്കാതെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, യാക്കോബ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 17-ാമത്തെ വാക്യം. യാക്കോബ് 4:17 നാം ഇങ്ങനെ വായിക്കുന്നു: ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതെ ഇരിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? പാപം ചെയ്യുന്നു. ഒരു പങ്കിടലിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒന്നാമത്തെ ചിന്ത പ്രാർത്ഥന, രണ്ടാമത്തെ ചിന്ത കരുണ, മൂന്നാമതായിട്ട് ഒരു പങ്കിടലിൻ്റെ അനുഭവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ യാക്കോബ് പറയുന്നത്, ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതെ ഇരിക്കുന്നവൻ പാപം ചെയ്യുന്നു എന്ന്. മൂന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് നന്മയുടെ ഒരനുഭവം, മറ്റുള്ളവരെ കരുതുവാനുള്ള ഒരനുഭവം നമുക്ക് ഉണ്ടാകണമെന്ന്. നമുക്കൊക്കെ അറിയാം, കഴിഞ്ഞ വർഷം വയനാട്ടിൽ വലിയ ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായി. ആ പ്രകൃതിക്ഷോഭം ഉണ്ടായ സമയത്ത് രാത്രി 12:30 മുതൽ 4 മണി വരെ വലിയ നിലവിളികൾ അവിടെ ഉയർന്നു. പ്രാർത്ഥിച്ച് ഒരുമിച്ച് കിടന്നവർ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ട സമയമായിരുന്നു ആ രാത്രിയുടെ യാമങ്ങൾ എന്ന് പറയുന്നത്. എൻ്റെ കൂടെ സഹപാഠിയായി പഠിച്ച ഒരു വൈദിക ശ്രേഷ്ഠൻ സുൽത്താൻ ബത്തേരിയിലുണ്ട്. രാവിലെ 6:30-ക്കാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്. അങ്ങനെ ആ വൈദിക ശ്രേഷ്ഠനെ വിളിച്ചു. അച്ഛൻ്റെ വീടും മേപ്പാടിക്കടുത്താണ്. ഞാൻ ചോദിച്ചു, അച്ഛൻ്റെ സ്ഥിതി എങ്ങനെയാണ്? അപ്പം അച്ഛൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. അച്ഛാ, ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ എൻ്റെ 2 ഭാഗത്തുള്ള മലകൾ അതെവിടേക്ക് പോയി എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എങ്ങനെയോ ദൈവം ഞങ്ങളെ ഇപ്പോൾ ഇവിടെ ആക്കിയിരിക്കുന്നു. വീണ്ടും അദ്ദേഹം ആ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ കാണുവാൻ കഴിഞ്ഞത് ഓരോ ആളുകളിലെ കയ്യും കാലും തലയും ഹൃദയവും ഒക്കെ വെള്ളത്തിൽ കൂടി ഒഴുകി നടക്കുന്ന അവസ്ഥ. അതിൻ്റെയൊക്കെ അദ്ദേഹം എളുപ്പം ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു എന്ന് വെച്ചാൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷെ അന്നേരം തന്നെ അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞാൽ ഇതൊന്നും കണ്ടു നിൽക്കുവാനുള്ള ഒരു പ്രാപ്തി ഞങ്ങൾക്ക് ആർക്കും ഇല്ല. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പേപ്പറിൽ നമ്മളൊരു ന്യൂസ് വായിച്ചു കാണും. നിങ്ങൾ പേപ്പർ വായിക്കുന്നവരാണെങ്കിൽ ആ ന്യൂസ് നിങ്ങൾ കണ്ടു കാണും. ഈ പറയുന്ന ഈ ദുരന്തമുണ്ടാകുന്നതിന് തലേ ദിവസം ആ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ലഭിക്കുകയുണ്ടായി. ആ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന ജോസഫ്, ആരെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ജോസഫ് എന്ന് പറയുന്നു. എൻ്റെ അപ്പുറത്ത് കാണിക്കുന്ന, അല്ല അങ്ങനെയും വേണ്ട, അപ്പുറത്ത് താമസിക്കുന്ന മിഥുനച്ചൻ വേലി കെട്ടിയിരിക്കുന്നത് പ്രിൻസച്ചൻ്റെ പറമ്പിലാണ്. അങ്ങനെ പ്രിൻസച്ചൻ ഒരു പരാതി കൊടുത്തിരിക്കുകയാണ് അവിടെ. എന്ത്? എൻ്റെ വേലി കെട്ടിയിരിക്കുന്നത് അവൻ കേട്ടിയാണ് കെട്ടിയിരിക്കുന്നത്, അതിനകത്ത് ഒരു തീരുമാനം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉണ്ടാക്കി തരണമെന്ന്.
2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ആ വലിയ മലയിടിച്ചിലുണ്ടായപ്പോൾ ഈ 2 വീടുകളും അവിടെ ഇല്ലാതായി. അവസാനിച്ചത് അവർ അന്ന് എഴുതി നൽകിയ ആ പരാതി മാത്രമാണ്. നമുക്കൊക്കെ അറിയാം, 2018 വെള്ളപ്പൊക്കം ഈ ദേശത്ത് വളരെയധികം അതിൻ്റെ സ്ഫോടന അവസ്ഥകളിൽ കൂടി കടന്നുപോയ സ്ഥലങ്ങളാണ് ഞാൻ നിൽക്കുന്ന ഇടവും എൻ്റെ ഭവനം ഇരിക്കുന്നതും ഒക്കെ. അന്നൊക്കെ ആലപ്പുഴയിൽ നിന്നും ചേർത്തലയിൽ നിന്നും കൊല്ലത്ത് നിന്നുമൊക്കെ ബോട്ടുകാർ കടന്നു വന്ന് നമ്മുടെ ഭവനത്തിലേക്ക് അവർ കടന്നു വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, എല്ലാ ഭവനങ്ങളും മതില് കെട്ടി, ആകാശത്തോളം മതില് കെട്ടി വേർതിരിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇവർക്കൊന്നും അവരുടെ ബോട്ട് കൊണ്ട് ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുന്നില്ല. കാരണം അതിൻ്റെ അടിയിലത്തെ ആ ഫാൻ മെഷീൻ മതിലിൽ തട്ടി അത് തകരുന്ന ഒരവസ്ഥ. നമ്മുടെ ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ, എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മതിലുകളാൽ ചുറ്റപ്പെട്ട ഭവനങ്ങൾ കാണുവാൻ കഴിയുന്നത്. കാരണം അതുപോലെ നമ്മുടെ മനസ്സ് ഒരുപാട് ഇടുങ്ങി ഇരിക്കുന്നത് കൊണ്ടാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ നാം കടന്നു ചെന്നാൽ നമുക്ക് കാണുവാൻ കഴിയും, അവിടുത്തെ മതിലുകൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ചെറിയ ഒരു കുറ്റിച്ചെടിയായിരിക്കും, അല്ലെങ്കിൽ ചെറിയ പൈൻ മരങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഈന്തപ്പഴങ്ങളായിരിക്കും. കാരണം അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തിരക്കുവാനുള്ള സമയം അവർ ജീവിതത്തിൽ ഇല്ല. അതുകൊണ്ടാണ് ഈ നോമ്പിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു പങ്കിടലിൻ്റെ, ഒരു നന്മ മറ്റുള്ളവർക്ക് നൽകുന്ന കാലഘട്ടമായിട്ട് നാം മാറ്റപ്പെടുത്തേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ദൈവം നമ്മുടെ കൂടെ ആയിരിക്കുവാൻ ഒന്നാമതായിട്ട് നമുക്ക് പ്രാർത്ഥനയുടെ അനുഭവം വേണം. രണ്ടാമതായിട്ട് നോമ്പിൻ്റെ കാലഘട്ടത്തിൽ കരുണയുടെ അനുഭവം വേണം. മൂന്നാമതായിട്ട് നന്മയുടെ അനുഭവം നമുക്ക് വേണം. നാലാമതായിട്ട് നമുക്ക് വേണ്ട ഒരനുഭവം നോമ്പിൻ്റെ കാലഘട്ടത്തിൽ പരാതികൾ ഇല്ലാത്തവർ ആയിരിക്കുക എന്നുള്ളതാണ്. താഴ്മയുടെ ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളത്. യാക്കോബ് 4:10 ഇപ്രകാരം നാം വായിക്കുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിപ്പീൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. നാലാമതായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് താഴ്മ ഉള്ളവരായി നാം ജീവിക്കണം എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഒരു താഴ്മ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നാം ഒക്കെ ഈ നോമ്പ് നോറ്റ് ഉയർപ്പിലേക്ക് കടന്നു ചെന്നാൽ അതിന് ഒരു ഫലമുണ്ടാകുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ പരാതികൾ പറയുന്നവർ നമ്മൾ തന്നെയാണ്. എന്ത് ആര് ചെയ്താലും അതിലെവിടെയെങ്കിലും ഒരു കുറ്റമുണ്ടോ എന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും. ഒരു പരാതിയും പറയാതെ ദൈവസന്നിധിയിലേക്ക് കണ്ണുനീരോട് പ്രാർത്ഥിച്ചിരുന്ന വിശുദ്ധയായിരിക്കുന്ന കന്യക മറിയാമിൻ്റെ ജീവിതത്തിൽ കൂടി നാം ഒന്ന് കടന്നു പോകണം. വിശുദ്ധ ഗ്രന്ഥം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ താഴ്മയോടെ അവിടെ ആയിരുന്ന ഒരു സ്ത്രീ ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു കുറവുമില്ലാതെ നമുക്ക് പറയുവാൻ കഴിയും, വിശുദ്ധയായിരിക്കുന്ന കന്യക മറിയാം എന്നാണ്. ഗർഭാവസ്ഥയിലായിരിക്കുന്ന സമയം മുതൽ തന്നെ ദൈവസന്നിധിയിലേക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഈ ലോകത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കുവാൻ തൻ്റെ മകനെ പ്രാപ്തമാക്കി മാറ്റിയ വലിയ ഒരമ്മയുടെ സ്നേഹവും കരുതലും ഈ കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് നാം ചിന്തിക്കണം. രാജാക്കന്മാരുടെ ഓരോ ആജ്ഞകൾ കടന്നു വരുമ്പോഴും തൻ്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ സൂക്ഷിച്ച് പരിചരിക്കുവാൻ വേണ്ടി ഓരോ ദേശങ്ങളിലേക്ക് കടന്നു പോകുന്ന അമ്മയെ നമുക്ക് കാണുവാൻ കഴിയും. ദേവാലയത്തിൽ വെച്ച് തൻ്റെ മകനെ കാണാതായപ്പോഴും ഒരു പരിഭവവും പരാതിയും കൂടാതെ മകനെ തേടിച്ചെന്ന ഒരമ്മയെ കാണുവാൻ കഴിയും. അതിനൊക്കെ ഉപരിയായി നമ്മൾ ചെയ്ത ഓരോ പാപങ്ങളും അതെപ്രകാരമാണോ ദൈവസന്നിധിയിലെത്തിയത്, അപ്രകാരം തൻ്റെ ഏകജാതനായ മകനെ വിശുദ്ധ കന്യകയുടെ ഉദരത്തിലേക്ക് അയച്ച് ആ പാപങ്ങൾ ഏറ്റുവാങ്ങുന്ന സമയത്ത്
ആ ക്രൂശിൻ്റെ ചോട്ടിൽ കണ്ണുനീരോടെ ഇരിക്കുന്ന ഒരമ്മയും നമുക്ക് കാണുവാൻ കഴിയും. ഈ അമ്മ ആരോടും പരാതിയോ പരിഭവങ്ങളോ ഒന്നും പറഞ്ഞില്ല. നേരെ മറിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരുന്നു. അതാണ് ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമുക്കും വേണ്ടത്. പരാതിയും പരിഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതെ താഴ്മയുടെ ഒരനുഭവത്തിൽ കൂടി നാം കടന്ന് പോകണം. ഇതിനൊക്കെ ശേഷം പിന്നീട് നമ്മൾ ന്യൂസിൽ കണ്ട ഒരു വാർത്തയാണ്, മേപ്പാടിയിൽ അത്രയും ആളുകൾ മരിച്ചു. DNA ടെസ്റ്റ് നടത്തിയിട്ടും തിരിച്ചറിയാൻ കഴിയാത്ത ഒരുപാട് പേരുടെ ശരീര അവശിഷ്ടങ്ങൾ അവിടെ ഹാരിസൻ്റെ എസ്റ്റേറ്റിൽ അവർ അടക്കം ചെയ്തു. അവിടെ ഒരു കുഞ്ഞ് കല്ലറകൾ തേടി നടക്കുന്ന ഒരു വിഷ്വൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഓരോ കല്ലറയിൽ ചെന്നിട്ടും ആ പെൺകുഞ്ഞ് നോക്കുന്നത് ഏകദേശം 8-9 വയസ്സേ ഉള്ളൂ. ഇതിലേതാണ് എൻ്റെ മാതാവിൻ്റെ കല്ലറ എന്ന്. നമുക്കൊന്നും ഇങ്ങനത്തെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് നാം ദൈവത്തെ കൂടുതൽ കുറ്റം പറയുകയും ദൈവസന്നിധിയിലേക്ക് നോക്കാതിരിക്കുകയും ചെയ്യുന്നത്. സന്തോഷങ്ങളും സമാധാനവും ധാരാളം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തെ മറച്ചു നിൽക്കുന്ന ഒരവസ്ഥയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ആ പെൺകുഞ്ഞിൻ്റെ മനസ്സിലെ ചിന്ത എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു കല്ലറയിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അമ്മ എന്നോട് സംസാരിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ആ മകൾ ഓരോ കല്ലറയിലും അതിൻ്റെ അമ്മയെ തിരക്കി നടക്കുന്നത് എന്ന് ആ ന്യൂസ് റിപ്പോർട്ടർ അന്ന് അതിൻ്റെ റിപ്പോർട്ടിങ്ങിൽ പറയുന്നുണ്ട്. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ താഴ്മയോടെ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ മുൻപോട്ട് പോകുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ ദൂരത്ത് നിൽക്കാതെ കഷ്ടകാലത്ത് നമ്മുടെ കൂടെ ആയിരിക്കുവാൻ അഞ്ചാമതായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവിക ഇഷ്ടങ്ങളെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചം ഉള്ളവർ ആകും. യോഹന്നാൻ 8:12 പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചം ഉള്ളവൻ ആകും. ഈ വേദഭാഗത്തിൽ നമ്മളോട് പറയുകയാണ്, ദൈവസന്നിധിയിൽ ദൂരത്ത് നിൽക്കാതിരിക്കുവാനും അകന്നു പോകുവാൻ ഇരിക്കാനുമായിട്ട് ദൈവസന്നിധിയിൽ അവനോടുകൂടെയുള്ള ഒരു അനുഗമനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന്. നമുക്കൊക്കെ അറിയാം, സക്കായിയുടെ ജീവിതത്തിൽ ഉണ്ടായ ആ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ എങ്ങനെയാണ് ദൈവം സക്കായിയെ തിരഞ്ഞെടുത്തത് എന്ന് നമുക്കറിയാം. സക്കായി ദൈവസന്നിധിയിൽ ദൈവത്തെ, ക്രിസ്തുവിനെ കാണുവാനായി ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറിയിരുന്നു. ക്രിസ്തു അതിലെ കടന്നു വന്നപ്പോൾ സക്കായിയോട് എന്താണ് പറഞ്ഞത്? നീ താഴേക്ക് ഇറങ്ങി വരിക എന്ന് പറഞ്ഞപ്പോൾ തന്നെ സക്കായി പൂർണ്ണ മനസ്സോടുകൂടി ദൈവസന്നിധിയിലേക്ക് ഇറങ്ങി വന്ന് അവനെ അനുഗമിച്ചു. നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഒരു ചിന്തയാണ്, ആരാണ് ഭാഗ്യവാൻ എന്ന്. പിതാക്കന്മാർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നീ നോമ്പിൽ കൂടി കടന്നു എന്ന് വിശുദ്ധിയോടുകൂടി അവൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷിയായി തീരുമ്പോൾ നീ ഭാഗ്യവാനാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ആ ഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു. 5 കാര്യങ്ങളാണ് ഈ വേദഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് വേദഭാഗങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിച്ചത്. യഹോവ ദൂരത്ത് നിൽക്കുകയുമില്ല, കഷ്ടകാലത്ത് അവൻ മറഞ്ഞു കളയുകയുമില്ല. എങ്ങനെ ഇരുന്നാൽ, ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ഒരു കാലഘട്ടം ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാകണം.
രണ്ടാമതായിട്ട് കരുണയുടെ ഒരു കാലഘട്ടം ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാകണം. മൂന്നാമതായിട്ട് നന്മയുടെ ഒരു കാലഘട്ടം ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാകണം. നാലാമതായിട്ട് താഴ്മയുടെ ഒരു കാലഘട്ടം നമ്മുടെ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാകണം. അഞ്ചാമതായിട്ട് ഒരു അനുഗമനം നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകണം. ഇങ്ങനെ നാം നോമ്പ് നോറ്റെങ്കിൽ മാത്രമേ സമ്പൂർണമായിരിക്കുന്ന ഒരു ഉയർപ്പിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കട്ടെ. നമുക്കൊക്കെ അറിയാം, ഇത്രയും കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ ദൈവം നമ്മളെ തേടി വരും എന്നുള്ള കാര്യം നമുക്കൊരു സംശയവുമില്ലല്ലോ. ഉണ്ടോ? ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുണ്ടായിരിക്കുക, കരുണയുണ്ടായിരിക്കുക, നന്മയുണ്ടായിരിക്കുക, താഴ്മയുണ്ടായിരിക്കുക, അനുഗമനം ഉണ്ടായിരിക്കുക, അതൊക്കെ നാം ചെയ്യുമ്പോൾ ദൈവസന്നിധിയിൽ ദൈവം നമ്മളെ തേടി വരും എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയം നമുക്കുണ്ടോ? ഇല്ല. കാരണം ദൈവം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവം നമ്മളെ തേടി വന്ന് നമുക്ക് സന്തോഷവും നമുക്ക് സങ്കടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മെ തിരിച്ചെടുക്കും എന്ന് നാം ഓർക്കണം. പക്ഷേ നമ്മൾ ഒരാളെ പോലെ ആകാതിരിക്കുവാനും നാം ശ്രദ്ധിക്കണം. നമുക്കൊക്കെ അറിയാം, 100 ആട് ഉണ്ടായിരുന്ന ഒരാട്ടിടയൻ്റെ ഉപമ നമ്മളൊക്കെ വേദപുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ? ഒരിക്കലെങ്കിലും അത് കേൾക്കാത്ത ആരും ഇവിടെ കാണുകയില്ല. അപ്പം എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇത്രയുമേ ഉള്ളൂ. 100 ആടുണ്ടായിരുന്ന ആ ആട്ടിടയന് 99 ആട് കൂടെ ഉണ്ടായി, ഒരാട് നഷ്ടപ്പെട്ടു. അല്ലേ? അതിനകത്ത് അങ്ങനല്ലേ വായിക്കുന്നത്? ആ നഷ്ടപ്പെട്ട ആടിനെ തേടി ആര് പോകുന്നു? ആട്ടിടയൻ പോകുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഇത്രയുമേ ഉള്ളൂ. അവിടെ നഷ്ടം സംഭവിച്ചത് ആർക്കായിരുന്നു? 100 ആടുണ്ട്, 99 ആട് കൂടെ തന്നെ ഉണ്ട്. ഒരാടിനെ നഷ്ടപ്പെട്ടു. ആ 100 ആട്, ആ 99 ആടിൽ ആണും പെണ്ണും ഉണ്ടാകും. വീണ്ടും അവിടെ ജനനം ഉണ്ടാകും. അത് വർദ്ധിക്കത്തേ ഉള്ളൂ, അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെയാകുമ്പോൾ അവിടെ നഷ്ടമുണ്ടായത് ആർക്കാണ്? ആർക്കാ നഷ്ടമുണ്ടായത്? പറ. ആട്ടിടയനാണ് നഷ്ടം. എന്ത് നഷ്ടമുണ്ടായി? ഒരാടിനെ നഷ്ടപ്പെട്ടു. എങ്കിൽ അങ്ങനെയല്ല. ഇവിടെ നഷ്ടമുണ്ടായത് ആർക്കാണ്? ആർക്കാ നഷ്ടമുണ്ടായേ? ആടിനാണ് നഷ്ടമുണ്ടായത്. എന്തുകൊണ്ടായിരിക്കും ആടിന് നഷ്ടമുണ്ടായത്? ആ ആട് ഇറങ്ങിപ്പോയത് എങ്ങോട്ടാ? ഇവിടെ ആട്ടിടയൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ആട്ടിടയനെ കുറിച്ച് പറയുക എന്നുള്ളതാണ്. പക്ഷെ അല്ല, ക്രിസ്തുവാകുന്ന ആട്ടിടയൻ, അവന് 100 ആടുകളുണ്ടായിരുന്നു. അതിലൊന്നിനെ കളഞ്ഞു പോയപ്പോൾ അതിനെ തേടി ചെല്ലുന്ന ഒരാട്ടിടയനെയാണ് നാം കാണുന്നത്. അവിടെ നഷ്ടം സംഭവിച്ചത് ആട്ടിടയനല്ല, നേരെ മറിച്ച് ആടിനാണ് നഷ്ടമുണ്ടായത്. അത് എന്തുകൊണ്ടാണ്? കൂട്ടത്തിൽ നിന്ന് തെറ്റി പുറത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ ഇസ്രായേൽ ജനങ്ങളുടെ ജീവചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഏകദേശം യഹൂദന്മാരുടെ ഇടയിലൊക്കെ ഒരുപാട് ആട്ടിടയന്മാരുണ്ട്. ആ ആട്ടിടയന്മാരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ആടിനെ മേയിച്ചു കൊണ്ട് പോകുമ്പോൾ അതിന് അവരൊരു ബോർഡർ ലൈൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ബോർഡർ ലൈൻ അപ്പുറത്ത് ആട് പോകുവാൻ പാടില്ല. അവരവിടെ ഒരു കമ്പ് ഇട്ടേക്കും. ആ കമ്പിനപ്പുറത്തേക്ക് അങ്ങനെ ആടുകൾ പോകാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ഇതിലും തളിർത്ത പുല്ലുകൾ അപ്പുറത്ത് നിൽക്കുന്ന കാണുമ്പോൾ ഇച്ചിരി ചാടാൻ തോന്നിക്കുന്ന ആടൊക്കെ എന്ത് ചെയ്യും? ഒന്ന് ചാടി അപ്പുറത്തോട്ട് അങ്ങ് പോകും. പക്ഷെ ആട്ടിടയൻ അറിയാം, അങ്ങനെ ആട് അപ്പുറത്തേക്ക് ചാടി പോയാൽ എന്ത് സംഭവിക്കും? അവിടെ സിംഹവും പുലിയും മുൾച്ചെടികളും ഒക്കെ ഉണ്ട്. അതിൽ അകപ്പെട്ടു പോകും. അകപ്പെടാതിരിക്കുവാൻ വേണ്ടിയാണ് ആട്ടിടയൻ അതിനെ തേടി ചെല്ലുന്നത്. അവിടെ ആടിനുണ്ടായ നഷ്ടം എന്ന് പറയുന്നത്, ദൈവസന്നിധിയിൽ അവൻ്റെ കരുതൽ നഷ്ടപ്പെട്ടു, അവൻ്റെ വീട് നഷ്ടപ്പെട്ടു, അവൻ്റെ തൊഴുത്ത് നഷ്ടപ്പെട്ടു, ദൈവത്തിൻ്റെ കരുതൽ നഷ്ടപ്പെട്ടു. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നാം കൂടുവിട്ട് പോകാതെ ദൈവസന്നിധിയിൽ ഒരുമയോടെ ആയിരുന്ന് സങ്കീർത്തനക്കാരൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, യഹോവേ നീ ദൂരത്ത് നിൽക്കുന്നതെന്ത്, കഷ്ടകാലത്ത് നീ എന്നെ ഓർക്കാതിരിക്കുന്നതും എന്ത് എന്ന് ചിന്തിക്കാതെ നേരെ മറിച്ച് ഒന്നാമതായിട്ട് പ്രാർത്ഥനയോടും, രണ്ടാമതായിട്ട് കരുണയോടും, മൂന്നാമതായിട്ട് നന്മയോടും,
നാലാമതായിട്ട് താഴ്മയോടും അഞ്ചാമതായിട്ട് അനുഗമനത്തോടും കൂടി ദൈവസന്നിധിയിലേക്ക് നാം തിരിഞ്ഞു ചെല്ലുകയാണെങ്കിൽ ഈ നോമ്പിൻ്റെ കാലഘട്ടം വളരെയധികം സന്തുഷ്ടമായി തീരും എന്ന് നാം ചിന്തിക്കണം. ഇങ്ങനെയുള്ള ജീവിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ ഇത്രയും നേരം എൻ്റെ വാക്കുകൾ ശ്രവിച്ചിരുന്ന എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. എനിക്ക് തോന്നുന്നു ആരും എന്നോട് പറഞ്ഞില്ല അച്ഛൻ അങ്ങോട്ട് വരാൻ വേണ്ടി, അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ചില സ്ഥലങ്ങളിൽ ചെന്നാൽ നമ്മൾ എന്ത് കാണും? അച്ഛൻ ഇങ്ങോട്ട് കാണിക്കത്തില്ലേ? മനസ്സിലായോ? എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ചില സ്ഥലങ്ങളിൽ ചെന്നാൽ നമ്മളോട് പറയും, അവിടെ ഇരിക്കുന്നവർ അച്ഛാ ഇങ്ങോട്ട് വാ. എന്താ ഈ ഉറക്കം തൂങ്ങിയിട്ട് നമ്മൾ ഇങ്ങനെ വെക്കത്തില്ലേ? അപ്പോൾ ഇവിടെ ഇരിക്കുന്ന അച്ഛൻ എന്താ വിചാരിക്കുന്നത്? അച്ഛനെ അങ്ങോട്ട് വിളിക്കുകയാണെന്ന്. ഒരിക്കൽ പോലും നിങ്ങൾ ആരും എന്നെ അങ്ങോട്ട് ക്ഷണിച്ചില്ല, ഞാൻ നിങ്ങളെ ഇങ്ങോട്ടും ക്ഷണിച്ചില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. ആയതുകൊണ്ട് ദൈവസന്നിധിയിൽ നോമ്പിൻ്റെ കാലഘട്ടം വിശുദ്ധിയുടെ കാലഘട്ടമായിട്ട് തീരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എന്നെ ഇതിനായിട്ട് ക്ഷണിച്ച ഏറ്റവും ആദരണീയനായിരിക്കുന്ന ഇടവകയുടെ വികാരിയായിരിക്കുന്ന വന്യനായ പ്രിൻസ് അച്ഛനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇടവകയുടെ മാനേജരായിരിക്കുന്ന അഭിമന്യ തിരുമേനിയോടുള്ള നന്ദി സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനാ യോഗത്തിനോടുള്ള നന്ദി സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ മുൻപാകെ പ്രത്യാശയോടെ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ കൂടി ഒരു പ്രകാശം തേടി പോകുന്നവരായി തീരുവാൻ ഈ ഇരിക്കുന്ന സമൂഹത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ. ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. ഇപ്പോഴ് ഒരു പാട്ട് പാടി സ്തോത്രാഴ്ച. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ സന്താപകാലത്തും സന്തോഷകാലത്തും സന്താപകാലത്തും സന്തോഷകാലത്തും എപ്പോഴും എൻ്റെ നാവു നിന്നെ വാഴ്ത്തുമേ. എപ്പോഴും എൻ്റെ നാവു നിന്നെ വാഴ്ത്തുമേ. നിനക്കു സ്തോത്രം പാടിടും, 1000 സ്തുതി. നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോ, നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും, എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും. സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ, സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ദൈവമേ നീന ഇപ്പോൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുവാൻ തക്കവണ്ണം സെൻറ്റ് തോമസ് പ്രാർത്ഥനയോഗത്തിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട പി വി പാപ്പു അവരുകളെ ക്ഷണിക്കും. അത്യുന്നതനായ ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടട്ടെ. വേദിയിൽ അധ്യക്ഷനായ നമ്മുടെ പ്രിയ വികാരി മത്തായി സക്കറിയ അച്ഛൻ, ഇന്ന് വചന ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന
പടനിലം പള്ളി വികാരി ഗീവർഗീസ് മിഥുൻ അച്ഛൻ, കടന്നു വന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. ഇന്ന് അച്ഛൻ നമുക്ക് ഗഹനമായ വിഷയങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ സങ്കീർത്തനത്തിൽ പറയുന്നു, അത് നമുക്കൊരു സങ്കടത്തിൻ്റെ ഒരു സങ്കീർത്തനമാണ്. യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്? നമ്മുടെ അടുത്തേക്ക് വരാതെ നമ്മളെ എത്രയും കാത്ത് പരിപാലിക്കുന്ന ആ യഹോവയായ ദൈവം പഴയ നിയമത്തിലുള്ളൊരു ഭാഗമാകുന്നു. കഷ്ടകാലത്ത് നീ മറഞ്ഞിരിക്കുന്നതും എന്ത്? അത് പഴയ നിയമത്തിലെ അങ്ങനെ ഒരു സങ്കീർത്തനമുണ്ട്. അതാണ് അച്ഛൻ ഉദ്ഘോഷിച്ചത്. ഒരു വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചോട്ടെ. അച്ഛൻ പറഞ്ഞതല്ല, അത് എൻ്റെ മനസ്സിന് ഒരു ആശ്വാസം കിട്ടുന്ന വാക്യമാണ്. ഞാൻ എപ്പോഴും അത് പറയുകയും ചെയ്യും. വീട്ടിലും പറയും, ഞാൻ നടക്കുമ്പോഴും പറയും, ഇരിക്കുമ്പോഴും പറയും. അത് ഇതാണ്: ജീവനുള്ള ദൈവം എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. എല്ലാവർക്കും ആശ്വാസത്തിനായുള്ളൊരു വചനം. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ ഒന്ന്. രണ്ടാമത്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രിയ വികാരി മത്തായി സക്കറിയ അച്ഛൻ്റെ ബഥേൽ ഇടവകയുടെ നാമത്തിലും സെൻറ് തോമസ് പ്രാർത്ഥനാ യോഗത്തിൻ്റെ പേരിലും വളരെ വളരെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ക്ഷണമനുസരിച്ച് കടന്നു വരികയും നമുക്ക് വേണ്ട ദൂത് അറിയിക്കുകയും ചെയ്തു. കേൾപ്പിച്ച വചനങ്ങൾ 100 60 100 മേനിയായി വിളയുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ അച്ഛനോട് ബഥേൽ ഇടവകയുടെ നാമത്തിലും സെൻറ് തോമസ് പ്രാർത്ഥനാ യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ പ്രിയ ട്രസ്റ്റി, അഡ്വൈസറി ബോർഡ് അംഗങ്ങൾ, പ്രാർത്ഥനാ യോഗ സെക്രട്ടറിമാർ, ഗീതങ്ങൾ ആലപിച്ച മറ്റുള്ളവർ, ദൈവമക്കൾ, മദ്ബായിലെ പ്രധാന ശുശ്രൂഷകൻ, സ്ത്രീ സമാജ സെക്രട്ടറിമാർ, കടന്നു വന്ന എല്ലാവർക്കും. ജിതിൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഇടവകയുടെ നാമത്തിലും സെൻറ് തോമസ് പ്രാർത്ഥനാ യോഗത്തിൻ്റെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു ചെറിയ കാപ്പി അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് സെൻറ് തോമസ് പ്രാർത്ഥനയോഗത്തിൻ്റെ പേരിൽ. അത് സ്വീകരിക്കണം എന്നുള്ളത് സ്നേഹത്തോടെ അറിയിക്കുകയും ചെയ്യും. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരമായിരമായി അനവധിയായി സ്തോത്രം നാഥ, കൃപ വേണം ഞങ്ങളിലെന്നും. നമസ്കാരം കേൾക്കുന്നവനെ, യാചനകൾ നൽകുന്നവനെ, ഞങ്ങളുടെ നമസ്കാരം കേട്ട് യാചനകൾ നൽകിയിടണമേ. ഞങ്ങളെ ദിനം പ്രതി വാഴ്ത്തി അനുഗ്രഹിക്കുന്ന സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഇന്നത്തെ ഈ ദിവസത്തിൽ തിരുവചന ധ്യാനത്തിനായിട്ട് നീ ഞങ്ങളെ ഏവരെയും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നുവല്ലോ. കർത്താവേ, ഞങ്ങൾ കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ദൈവസന്നിധിയിൽ നിന്നോടുകൂടെ ആയിത്തീരുവാൻ ഉതകുന്നതായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ കൂടി നാം കടന്നു പോകുമ്പോൾ ദൈവസന്നിധിയിലേക്ക് നോക്കി പ്രകാശിതരാകുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ രോഗികളായിട്ടുള്ളവരും
മനസ്സിന് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുമായ ധാരാളം ആളുകൾ കടന്നു വന്നിട്ടുണ്ടല്ലോ. കർത്താവേ, അവരെയൊക്കെ നിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. നിൻ്റെ തൃക്കൈ നീട്ടിക്കൊണ്ട് അവരെയൊക്കെ നീ തൊട്ട് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇടവകയെ തൃക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടവയെ നയിക്കുന്ന പ്രിയ അഭിഷിക്തനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവസന്നിധിയിൽ നീ സ്വീകരിച്ച് നിൻ്റെ കൃപ അവരുടെ കൂടെ ഉണ്ടായിരിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നുപോയിട്ടുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിൻ്റെ സന്നിധിയിൽ ഇമ്പകരമായിരിക്കുന്ന ജീവിതം നയിക്കുവാൻ ഞങ്ങളേവരെയും നീ യോഗ്യരാക്കി തീർക്കണമേ. വാങ്ങിപ്പോയിരിക്കുന്ന സകല പരേതാത്മാക്കളെയും ബംഗ്ലപർദീസയിലാക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ബർക്കുമോർ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും ആവാസവും പ്രത്യേക ഈ ഇടവകയുടെ മേലും കടന്നു വന്നിരിക്കുന്ന ഏവരുടെ മേലും പ്രിയ അഭിഷിക്തൻ്റെ മേലും കുടുംബത്തിൻ്റെ മേലും വാങ്ങിപ്പോയിരിക്കുന്ന സകല പരേതാത്മാക്കളുടെ മേലും ഇന്ന് വന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.